സുഭാഷിതം 3:6 നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവ വിചാരത്തോടെ ആകട്ടെ, അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. നിന്റെ എല്ലാ പ്രവൃത്തികളിലും നിഴലിക്കേണ്ടത് ദൈവവിചാരമാവണം. ദൈവവിചാരം മുന്ന വിചാരമാവട്ടെ. ഇപ്പോൾ സ്നേഹമുള്ളവരെന്ന സത്യത്തിൽ നമ്മളെ ഭരിക്കുന്നത് ദൈവവിചാരമാണോ? നമ്മുടെ ഒരു യാത്രയ്ക്ക് ഇറങ്ങുന്നു, ദൈവവിചാരത്തോടെയാണ് നമ്മൾ ഇറങ്ങുന്നത്. നമ്മൾ ഇന്നൊരു ഒരു ജോലിക്ക് വേണ്ടി പോകുന്നു. നമ്മൾ ഇന്ന് ഒരു പ്രത്യേകമായ തീരുമാനമെടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ വഴിത്തിരിവിൽ നമ്മൾ നിൽക്കുന്നു. ഇവിടെ എന്താണ് നമ്മുടെ മുൻപിൽ വരുന്നത്? നമ്മുടെ ദൈവവിചാരം മുന്നിൽ വരട്ടെ. ദൈവത്തെ വിചാരിച്ച് ദൈവവിചാരം മുന്നിൽ വെച്ച് നീ തുടങ്ങുന്ന എല്ലാ സംരംഭങ്ങളും, നീ ആലോചിച്ചുറപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളിലും സ്വർഗത്തിന്റെ വഴിയും തെളിവും ഉണ്ടാകുമെന്നത് ഉറപ്പ് നൽകിയ വചനത്തിന്റെ വാഗ്ദാനമാണ് ഈ വചനം. ഇന്നത്തെ ദിവസം ഒരുപാട് സഹായിക്കട്ടെ. ദൈവ വിചാരത്തോടെയുള്ള ഒരു ജീവിതമായി ഇന്നത്തെ ദിവസം യാത്ര മാറട്ടെ.